പ്രകൃതി രമണീയമായ ഒരു പ്രദേശം. ആ പ്രദേശത്തിൻ്റെ ഒരു കോണിൽ രാജശേഖരൻ തമ്പുരാനും ഭാരതി തമ്പുരാട്ടിയും താമസിക്കുന്നു. അതിനു ചുറ്റും കുറേ ആളുകൾ അവരുടെ ജോലിക്കാരും മറ്റു പല ജോലിക്കാരും ആയിട്ട് അങ്ങനെ പോകും. കാലങ്ങൾ അങ്ങനെ കടന്നു പൊറുക്കിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അവർ രാവിലെ ഉണർന്ന് നോക്കുമ്പോൾ ഒരു പൊടിക്കുഞ്ഞ് ആ വീടിൻ്റെ തിണ്ണയിൽ കിടക്കുന്നു. ആരാണോ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചതെന്ന് ആർക്കും അറിയില്ല. ഏതായാലും രാജശേഖരൻ തമ്പുരാനും ഭാരതി തമ്പുരാട്ടിക്കും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. അവർ ഉപേക്ഷിച്ചതുമില്ല. അവർ ആ കുഞ്ഞിനെ വളർത്തി. കാലചക്രം കറങ്ങിത്തിരിഞ്ഞു. ദിവസങ്ങളെ ഉന്തി മാറ്റി ആഴ്ചകളെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മാസങ്ങളും വർഷങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ ശാലിനിയും വളർന്നുകൊണ്ടിരുന്നു. ശാലിനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയും വിശേഷ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കാനും വളരെ മിടുക്കിയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശാലിനി ക്ലാസ് വിട്ട് വന്നാൽ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കന്നാലികളുടെ കാര്യങ്ങളും മറ്റും ഇതൊക്കെ എടുത്ത് നോക്കിക്കണ്ട് നടത്തുവാൻ ശാലിനിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഭാരതി തമ്പുരാട്ടിക്ക് അതൊരാശ്വാസമായി. കാരണം അല്ലെങ്കിൽ എല്ലായിടത്തും ഭാരതി തമ്പുരാട്ടിയുടെ കണ്ടെത്തണം. എത്തിയില്ലെങ്കിൽ അവിടെ നാശമാണ്. അങ്ങനെ ഈ കുട്ടി വളർന്ന് വലുതായപ്പോൾ ഇപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറി ശാലിനി. പലർക്കും അവളെ കാണുമ്പോൾ ചെറിയ കരികിരിപ്പും കണ്ണുകടിയൊക്കെ ഉണ്ട്. പക്ഷേ അവളുടെ അടുത്ത് ആരുടെയും ഒരടവും അഭ്യാസവും നടക്കില്ല. ഭാരതി തമ്പുരാട്ടിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഒരു യുവാവ് ഇത്രയും മനോഹരമായ ഒരു പൂന്തോട്ടം ഇവിടെ സൃഷ്ടിക്കുവാൻ ആർക്കാണാവോ സാധിക്കുക? ഒരു കാലത്ത് ഞാൻ ഇവിടെ നിന്നും ഇടമിട്ട് പോകുമ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ആ പൂക്കളുടെ ഗന്ധം അയാളെ വല്ലാതെ മോഹിപ്പിച്ചു. അങ്ങനെ നിൽക്കുകയാണ് അകലെ നിന്നും ശാലിനി വളരെ ദേഷ്യത്തോടെ കടന്നു വരുന്നു. താൻ ആരാണോ തൻ്റെ പൂന്തോട്ടത്തിൽ കയറാൻ? എന്താണ് അവകാശം? ഇറങ്ങിപ്പോയിക്കോളൂ. മേലിൽ ഈ വഴിയെ കണ്ടേക്കരുത്. എൻ്റെ പൂന്തോട്ടത്തിൽ ഒട്ടും നോക്കരുത് എന്ന് ശാലിനി ശാഠ്യമായി പറഞ്ഞു. അങ്ങനെ ഈ രാജശേഖരൻ വിശ്വനാഥൻ നടന്ന് ഭാരതി തമ്പുരാട്ടിയുടെ വീട്ടിലെത്തി. തമ്പുരാട്ടിയെ കണ്ട് അനുഗ്രഹം വാങ്ങണം. തമ്പുരാട്ടിയോട് തൻ്റെ ദുഃഖവാർത്തകളും നല്ല കാര്യങ്ങളും എല്ലാം പറയണമെന്ന് വിശ്വനാഥന് തോന്നി. അങ്ങനെ വീട്ടുപടിക്കൽ ചെന്ന് തമ്പുരാട്ടി ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അകത്തു നിന്ന് ആരാ? തമ്പുരാട്ടിയുടെ വിശ്വനാഥനാണേ. വിശ്വനാഥൻ കയറി വരൂ. അങ്ങനെ അവൻ കയറി ചെന്നു. ഒരു കാലത്ത് ഗൾഫിൽ പോകാൻ വേണ്ടി പണത്തിന് വേണ്ടി അവൻ ചുറ്റിത്തിരിയുമ്പോൾ ഒടുവിൽ അവസാനം പണം നൽകി സഹായിച്ചത് ഭാരതി തമ്പുരാട്ടിയാണ്. ഭാരതി തമ്പുരാട്ടിയുടെ പണം കൊണ്ടാണ് അവൻ ഗൾഫിൽ പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കി. ഇന്നവൻ വളരെ നല്ല നിലയിലാണ്. അപ്പോൾ തമ്പുരാട്ടി വളരെ അവശ നിലയിലുമാണ്. തമ്പുരാട്ടിയെ ഏത് വിധേനയും സഹായിക്കുവാൻ വിശ്വനാഥന് മനസ്സുണ്ടായി. അങ്ങനെ തമ്പുരാട്ടിയെ നല്ല ഡോക്ടറെ കാണിക്കാൻ വിശ്വനാഥൻ തീരുമാനിച്ചു. ഇതിനിടയിൽ രാജശേഖരൻ മുതലാളിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ ദുഃഖത്തോടെയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത്. ശാലിനി ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ കാര്യമാണോ? തമ്പുരാട്ടി കൂടെ പറയുമായിരുന്നല്ലോ, ഇയാളെ കാണാൻ വളരെ ആഗ്രഹമുണ്ടെന്നും നാട്ടിൽ വരുമ്പോൾ
തന്നെ ഒന്ന് വന്ന് കാണണം എന്ന് പലരോടായി പറയുന്നല്ലോ. പക്ഷേ വിശ്വനാഥൻ വന്ന ദിവസം തന്നെ തമ്പുരാട്ടിയെ കാണാനെത്തി. തമ്പുരാട്ടിക്ക് വേണ്ടുന്ന എല്ലാ സഹായവും തമ്പുരാട്ടി വിഷമിക്കേണ്ട, തമ്പുരാട്ടിക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഡോക്ടറെ വരുത്തി അവിടെ ചികിത്സാ സൗകര്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അതിന് വേണ്ടുന്ന പണവും അവിടെ ഏൽപ്പിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ശാലിനി. ഒരു ദിവസം ശാലിനി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ശാലിനി ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഇയാൾ ആ വീട്ടിലേക്ക് നടന്നു വരുന്നത് ശാലിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇയാളുമായി കൊമ്പ് കോർത്തു. രണ്ടുപേരും വഴക്കിൻ്റെ അങ്ങേറ്റമായി. താൻ പോടെ തൻ്റെ ജോലിക്ക്, താൻ എന്നെ പഠിപ്പിക്കാനൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ശാലിനി. അങ്ങനെ അകത്ത് നിന്നും ഒരു ശബ്ദം, അത് ഭാരതി തമ്പുരാട്ടിയുടെയായിരുന്നു. ശാലിനി, നീ ആരോടാ കേൾക്കുന്നത്? അതിവിടെ ഒരുത്തൻ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ചുറ്റി കറങ്ങുന്നു. അത് ഒരുത്തനൊന്നുമല്ല, അത് വിശ്വനാഥനാണ്. വിശ്വനാഥൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അങ്ങനെ വിശ്വനാഥൻ മടങ്ങിപ്പോയി. തമ്പുരാട്ടി കാര്യങ്ങളെല്ലാം പണ്ട് അവന് പണം കൊടുത്തതും സഹായിച്ചതും എല്ലാം തമ്പുരാട്ടി പറയുകയുണ്ടായി. അങ്ങനെ നന്ദിനിക്ക് ഇയാളോട് അല്പം അലിവ് തോന്നിയെങ്കിലും മറ്റൊരു രീതിയിലും അവൾ ചിന്തിച്ചിരുന്നില്ല. അവൾ എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിൽ എത്തണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിശ്വനാഥൻ വല്ലപ്പോഴുമൊക്കെ തമ്പുരാട്ടിയെ കാണാൻ വരും. തമ്പുരാട്ടിക്ക് വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കും. മറ്റാരേക്കാൾ കൂടുതൽ വിശ്വനാഥന് തമ്പുരാട്ടി എത്ര ഇഷ്ടമായിരുന്നു. കാരണം താനൊരു ഒരാവശ്യവുമായി തമ്പുരാട്ടിയുടെ മുന്നിലെത്തിയപ്പോൾ തമ്പുരാട്ടി വേണ്ടുന്ന സഹായവും സപ്പോർട്ടും എല്ലാം ചെയ്തു തന്നതാണ്. അത് വിശ്വനാഥന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കെ തമ്പുരാട്ടിയോട് വിശ്വനാഥൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ ആഗ്രഹം മറ്റൊന്നും ആയിരുന്നില്ല, ശാലിനിയെ വിവാഹം കഴിക്കുവാൻ അയാൾക്ക് ഇഷ്ടമായിരുന്നു. തമ്പുരാട്ടിയോട് അത് പറഞ്ഞപ്പോൾ തമ്പുരാട്ടിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. നിന്നെപ്പോലൊരാളിൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തമ്പുരാട്ടി. ഇത് ശാലിനി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ പോയതിന് ശേഷം ഭാര്യ തമ്പുരാട്ടിയോടായി ചോദിച്ചു, അമ്മ എന്തിനാ വരുന്നവരിടത്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഞാൻ ഇവിടെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടെങ്കിലും പോയേക്കാം. നീ എങ്ങോട്ട് പോകും? നീ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. നീ എവിടെ പോയിരുന്നാലും നിനക്ക് അപകടം നിൻ്റെ പിന്നാലെയുണ്ട്. രാജശേഖരന്, വിശ്വനാഥനെ എനിക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ അവനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതും. തമ്പുരാട്ടി വിശ്വനാഥനും നന്ദിനിയും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുത്തു. അങ്ങനെ വിശ്വനാഥൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയി. നന്ദിനി വീണ്ടും വീട്ടുകാര്യങ്ങളുമായി മുന്നോട്ട് പോയി.